Hi all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈക്രോബയോളജിയിൽ വരുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മിൽക്ക് പ്രൊഡക്ട്സ് ഓർ ഡയറി പ്രൊഡക്ട്സ് എങ്ങനെയാണ് മിൽക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പല ഡയറി പ്രൊഡക്ട്സുകളുണ്ട്, അതായത് കേർഡ്, ചീസ്, ബട്ടർ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ്. ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ മിൽക്കിലുള്ള ലാക്ടോസ് ഷുഗറിനെ ലാക്റ്റിക് ആസിഡായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അപ്പം മിൽക്ക് എന്തായി മാറും, സോറായിട്ട് മാറും, പാല് പുളിക്കും. മിൽക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള കസീൻ എന്ത് ചെയ്യും, സെപ്പറേറ്റഡ് ആക്കും. അതാണ് ഈ ബാക്ടീരിയകളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ചില മൈക്രോബുകൾ മിൽക്ക് ഫെർമെന്റ് ചെയ്യുന്ന ചില മൈക്രോബ്സ് ആണ് ഏതൊക്കെ, ലാക്ടോബാസിലസ് അസിഡോഫിലസ്, ലാക്ടോബാസിലസ് പ്ലാന്റാരം, സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടി, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കാം. ഇനി ഓരോ കേസുകൾ നോക്കാം, ഓരോ മിൽക്ക് പ്രോഡക്ട്സ് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഫെർമെൻറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ മിൽക്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കും. അങ്ങനെയാണ് ഫെർമെൻറ്റഡ് മിൽക്ക് ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് മിൽക്കിൽ എന്ത് ചെയ്യും, ചെറിയൊരു പോർഷൻ നല്ല ക്വാളിറ്റി ഉള്ള ഫെർമെൻറ്റഡ് മിൽക്ക് ആഡ് ചെയ്യും. അങ്ങനെയാണ് ഫെർമെൻറ്റഡ് മിൽക്ക് ഉണ്ടാക്കുന്നത്. ഒന്നെങ്കിൽ നോർമൽ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിനെ വളരാൻ വേണ്ടിയിട്ട് വിടും ആ ഒരു മിൽക്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് മിൽക്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഫെർമെൻറ്റഡ് മിൽക്കിൻ്റെ കുറച്ചൊരു ഭാഗം ഒഴിക്കും, ചെറിയൊരു പോർഷൻ ഒഴിക്കും. ഇനി ബട്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, സ്വീറ്റ് അല്ലെങ്കിൽ സോറായിട്ടുള്ള മിൽക്ക് ക്രീമെന്ന് കടഞ്ഞെടുക്കാണ്. ചേർണിങ് എന്ന് പറഞ്ഞാൽ കടഞ്ഞെടുക്കാണ്. എന്നിട്ട് എന്താണ്, അതിൽ നിന്ന് ഫാറ്റ് ഗ്ലോബ്യൂൾസ് എന്ത് ചെയ്യും, സെപ്പറേറ്റഡ് ആക്കി എടുക്കും. ഇതിൻ്റെ ലിക്വിഡ് പോർഷന് നമ്മൾ ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ സ്കിം എന്നാണ് പറയാറ്. അത് ഒഴിവാക്കിയിട്ട് ബാക്കി ഗ്രാനുൾസിന് എന്ത് ചെയ്യും, പ്രോസസ് ചെയ്യും. അതിൽ ബട്ടറിൽ 80% ഫാറ്റും കുറച്ചൊരു എമൗണ്ട് ലാക്ടോസും പ്രോട്ടീനും ഉണ്ട്, പിന്നെ 2% സാൾട്ടും ഉണ്ട്. ഈ ക്രീം എന്ന് പറയുന്നത്, ഈ ബട്ടർ എടുക്കുന്ന ക്രീം എന്ന് പറയുന്നത് ഒന്നുകിൽ നാച്ചുറൽ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ കൾച്ചറിനെ ഇതിലേക്ക് ആഡ് ചെയ്യും, ഈ മിൽക്കിലേക്ക് അല്ലെങ്കിൽ ക്രീമിലേക്ക്. അതിനെയാണ് നമ്മൾ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ആ ആഡ് ചെയ്യുന്ന ആ ഓർഗാനിസത്തിനെയാണ് നമ്മൾ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു അരോമയും ഫ്ലേവറൊക്കെ ഇതിന് കൊടുക്കുന്നത്. ഇത് 2 ടൈപ്പ് ഓർഗാനിസം ഉണ്ട്. ഒന്ന് ഹൈ അസിഡിറ്റി പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസം, ഒന്ന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അരോമയും ഫ്ലേവറും കൊടുക്കുന്ന ഓർഗാനിസം. ഹൈ അസിഡിറ്റി കൊടുക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് ലാക്റ്റിസും ആണ്. മറ്റേത് ലുക്കോനോസ്റ്റർ സിട്രോവോർ ആണ്. ഈ മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബട്ടർ ഉണ്ടാക്കുന്നതിന് മുന്നേ പാസ്ചറൈസ് ചെയ്യണം, എന്നിട്ട് പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോബ്സിനെയൊക്കെ കൊല്ലണം. ഇനി അടുത്താണ് എന്ത്, ചീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോർഡ് പ്രൊഡക്റ്റ് ഓഫ് മിൽക്കാണ്. ഇതൊരു 2000 ഇയേഴ്സോളം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് എന്ത്, ചീസ് എന്ന് പറയുന്നത്. ചീസ് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ മിൽക്കിൽ നിന്ന് പ്രോട്ടീൻ ആയിട്ടുള്ള കസീന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചീസ് ഉണ്ടാക്കുന്നത്. മിൽക്കിൽ നിന്ന് അല്ലെങ്കിൽ ലിക്വിഡ് ഓർ വേയിൽ നിന്ന് മിൽക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള കസീൻ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് എന്ത്, ചീസ് എന്ന് പറയുന്നത്. ബട്ടർ ഫാറ്റും, ഈ കസീൻ്റെ കൂടെ ബട്ടർ ഫാറ്റും ചെറിയ അളവിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ലാക്ടോസ്, മറ്റ് മിൽക്ക് സോൾബിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ വേയിൽ റിമെയിൻ ചെയ്യും. ചീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ഹോൾ മിൽക്കിൽ അല്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് കൊണ്ട് ഉണ്ടാക്കാം. ചില വെറൈറ്റീസ് ഒക്കെ നമ്മൾ ക്രീമിലോ അല്ലെങ്കിൽ വേയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ചീസ് മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
മൈക്രോബയോളജിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതാണ് ചീസ് മേക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേർഡ്ലിംഗ് ആണ്. കേർഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള കസിൻ്റെ സെപ്പറേഷൻ ആണ് വേയിൽ നിന്നുള്ള. അതിനുശേഷം എന്ത് ചെയ്യും, ഇതിനെ റൈപ്പൺ ചെയ്യിക്കും. ഈ സോളിഡ് കേർഡിനെ റൈപ്പൺ ചെയ്യിക്കും ബാക്ടീരിയ അല്ലെങ്കിൽ ഫഞ്ചൈനെ യൂസ് ചെയ്തിട്ട്. ഈ ചീസ് മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യുന്ന മൈക്രോബ്സ് ആണ് ഏതൊക്കെ? സ്ട്രെപ്റ്റോകോക്കസ് ലാക്റ്റിസ്, ക്രിമോറിസ്, നോസ്റ്റോക്ക്, സിട്രോവോറം, ഡെക്സ്ട്രിക്കൻസ് ഒക്കെ. ചില ബാക്ടീരിയ, ഈസ്റ്റ് ഒക്കെ ഈ ചീസിൻ്റെ സർഫേസിൽ ഗ്രോ ചെയ്യും. അവർ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ആ ഒരു ചീസിന് ഫ്ലേവറും അരോമയും കൊടുക്കും. നമ്മളെ സ്വിസ് ചീസ് എന്ന് പറഞ്ഞിട്ടൊരു ചീസ് ഉണ്ട്. അതുണ്ടാക്കാൻ സഹായിക്കുന്നത് പ്രൊപ്പിയോണി ബാക്ടീരിയം ശർമാണിയാണ് ആ ഒരു സ്വിസ് ചീസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അതുപോലെ നമ്മൾ ഫഞ്ചൈൻ്റെ കേസിൽ പറഞ്ഞിരുന്നു പെൻസിലിയം റോക്ക്ഫോർട്ടി, അതേപോലെ പെൻസിലിയം കാമ്പംബർട്ടി ഒക്കെ ഏതൊക്കെ ചീസ് ഉണ്ടാക്കും? റോക്ക്ഫോർട്ട് ചീസും അതുപോലെ കോംബർട്ട് ചീസും ഉണ്ടാക്കും. പിന്നെ കുറേ അൺഡിസൈറബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം വന്നിട്ട് ചീസിനെ സ്പോയിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോളിഫോം ബാക്ടീരിയ എന്ന് പറയുന്നതും അതേപോലെ ചില ഈസ്റ്റുകളും ലാക്ടോസ് ഫെർമെൻ്റ് ചെയ്തിട്ട് ആസിഡും ഗ്യാസും ഉണ്ടാക്കും. ആ ഗ്യാസ് ഹോൾസ് കാരണം എന്ത് സംഭവിക്കും? നമ്മുടെ ചീസ് സൊള്ളനായിട്ട് അപ്പിയർ ചെയ്യും. പിന്നെ ഈക്കോളൈ എന്ന് പറയുന്നത് ചീസിനൊരു ബിറ്റർ ആയിട്ടുള്ള ഫ്ലേവറാണ് കൊടുക്കുന്നത്. ഇനി അടുത്തതാണ് കേർഡ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ലാക്ടോബാസിലസ്, സ്ട്രെപ്റ്റോകോക്കസ് ഒക്കെ എന്ത് ചെയ്യും? ലാക്ടോസിനെ ഫെർമെൻ്റ് ചെയ്ത് ലാക്റ്റിക് ആസിഡും അസറ്റിക് ആസിഡും ആക്കി മാറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? മിൽക്ക് എന്തായിട്ട് മാറും? മിൽക്ക് പുളിക്കും. മൈക്രോകോക്കസ്, ബാസിലസ്, പ്രോട്ടിയസസ് ഇതൊക്കെയാണ് കേർഡ്ലിങ്ങിന് സഹായിക്കുന്നത്. ഇവിടെ ലിറ്റിൽ ആസിഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇനി യോഗട്ട് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി സോറായിട്ടുള്ള തിക്ക് ലിക്വിഡ് ഫുഡാണ് യോഗട്ട് എന്ന് പറയുന്നത്. അതിലെന്താണ് ഫെർമെൻറ്റഡ് മിൽക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ, ചില യോഗട്ട് ഫ്ലേവേർഡ് ആയിരിക്കും. ബ്ലൂബെറി ഫ്ലേവറിലും അങ്ങനെ പല ഫ്ലേവറിലും യോഗട്ട് അവൈലബിൾ ആണ്. ഇതെന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് മിൽക്കിനെ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ്. എന്തുമായിട്ട്? ലാക്ടോബാസിലസ് ബൾഗാരിസും സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫില്ലസിൻ്റെയും മിക്സ്ചർ മിൽക്കിലേക്ക് ഒരു 40 ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടിട്ട് അതിനെ ഫെർമെൻറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലേവർ എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള കാരണം ലാക്റ്റിക് ആസിഡിൻ്റെയും അസറ്റാൽഡിഹൈഡിൻ്റെയും അക്യുമുലേഷൻ കൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് ഡയറി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്ത സംഭവങ്ങളുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം. എന്നാൽ നമുക്ക് റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സാം നന്നായിട്ട് എഴുതാം. എനിക്ക് തോന്നുന്നു 11-ാം തീയതിയാണ് എക്സാം എന്ന് തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.